നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഞാൻ എന്ത് തെറ്റാ ചെയ്തേ? എന്ത് തെറ്റാ നീ ചെയ്തെന്ന് അറിയണോ അല്ലേടി? എങ്കി പറയടി, പപ്പിയുടെ അച്ഛൻ ആരാ? എന്താ അർത്ഥം എന്റെ ജീവിതത്തിലുള്ള പൂജ്യം? വെറും വട്ടപൂജ്യം. എല്ലാ അർത്ഥത്തിലും. അത് മാത്രമല്ല, സത്യാമ്മയ്ക്ക് ബ്രോയേക്കാളും വിശ്വാസം എന്നെ തന്നെയാ. രാഘവേട്ട, ഇവൻ ഇങ്ങനെ തുടങ്ങിയപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? എനിക്ക് അറിഞ്ഞൂടാ, എനിക്കൊന്നും അറിഞ്ഞൂടാ. സമാധാനം പണ്ടേ പോയ കുടുംബത്തിന്റെ ഇപ്പൊ അതങ്ങ് പൂർണ്ണമായി. അത്രേ ഉള്ളൂ. എന്ത് സ്ഥാനം? ഒരു സ്ഥാനവും ഇല്ല. അതുകൊണ്ടാണല്ലോ സത്യാമ്മ എന്റെ പേര് ബിസിനസ് ചെയ്യുന്നതും എന്നെ വിശ്വസിച്ച് ഏൽപ്പിച്ചതും. അപ്പൊ പിന്നെ ബ്രോയേക്കാളും സ്ഥാനം എനിക്കല്ലേ? എല്ലാ സത്യങ്ങളും ഒരു പേപ്പറിൽ എഴുതി വെച്ചിട്ട് ജീവിതം അവസാനിപ്പിക്കാനായി തീരുമാനിച്ചത്. പപ്പി എന്റെ മകളല്ലെന്ന്. കുഞ്ഞേച്ചിയാണ് പപ്പിയെ സത്യം പ്രസവിച്ചതെന്ന്. അത് കുഞ്ഞേച്ചി, ഞാനെല്ലാം എഴുതി വെച്ചു. എന്തിനാ രോഹിത്തെ ഇങ്ങനെ മറ്റുള്ളവരുടെ വെറുപ്പ് സമ്പാദിക്കുന്നേ? സത്യമ്മയും വിഷ്ണുവേട്ടനെ വെറുപ്പിച്ചോണ്ട് നമുക്ക് എങ്ങനെയാ ഇവിടെ ജീവിച്ചു പോകാൻ പറ്റുക? ഞാൻ ജീവിച്ചു പോവും. നീ ഇവിടെ ജീവിക്കണോ വേണ്ടോന്ന് ഞാൻ തീരുമാനിക്കണം. രോഹിത്തെ, നമ്മുടെ മോള് പപ്പി ഓർത്തെങ്കിലും രോഹിത്തിനെ കുടിക്കരുത്. നമ്മുടെ മോളോ? ഏത് മോള്? ഞാൻ എനിക്ക് തോന്നിയതുപോലെ ജീവിക്കും. കഴുത്തറ്റം വരെ കുടിക്കുകയും ചെയ്യും. ഒരാളും എന്നെ നേർവഴിക്ക് നടത്താനൊന്നും വരണ്ട. നീ പോലും. രോഹിത്തെ, ഞാൻ രോഹിത്തിന്റെ ഭാര്യയാ. എനിക്ക് അതിനുള്ള അവകാശമുണ്ട്. അവകാശമുണ്ടെന്നോ? എന്ത് അവകാശമാടി നിനക്കുള്ളേ? നിനക്കൊരു അവകാശവും ഇല്ലടി. കാരണം നീ എന്നെ ചതിക്കുകയായിരുന്നു. കുറെ വർഷങ്ങളായി നീ എന്നെ ചതിച്ചോണ്ടേ ഇരിക്കുകയായിരുന്നു. ഈശ്വര, ആ കത്ത് രോഹിത്തിന്റെ കയ്യിലാണോ കിട്ടിയത്? എങ്ങോട്ടാടി നീ പോന്നേ? ചതിക്കുന്നവളൊന്നും എന്റെ മുറി കിടക്കണ്ട. നീ ചിലപ്പോ എന്റെ കഴുത്ത് ചരിച്ച് കൊന്നാലോ? രോഹിത്തെ, നിന്റെ സ്ഥാനം ഇനി ഈ വീടിന് പുറത്താ. പുറത്ത്. രോഹിത്തെ, നീ ഇനി എന്നെ അങ്ങനെ വിളിക്കരുത്. എനിക്ക് നീ ഇങ്ങനെ ഒരു ഭാര്യയില്ല. എന്റെ കൺമുമ്പിൽ പോലും ഇനി വന്നു പോരുത്. സത്യമേ, ഞാൻ എന്തൊരു മനസ്സാടി നിന്റേത്. ഇത്രയും കാലം ഒരു കുടുംബത്തെ മുഴുവൻ പറ്റിക്കാണെന്ന് പറയുമ്പോ നിന്നെ ഇതല്ല ചെയ്യേണ്ടത്. സത്യമേ, ജീവനോടെ കെട്ടിത്തൂക്കാ വേണ്ടത്. താലി കെട്ടിയ പുരുഷനെ വഞ്ചിക്കുന്നവൾക്ക് ഇഹലോകത്തും പരലോകത്തും സ്ഥാനമില്ലെന്നാ പറയുന്നത്.
അവനെ മാത്രമല്ലല്ലോ, നിന്നെ വിശ്വസിച്ച എല്ലാവരെയും നീ വഞ്ചിച്ചില്ലേ? അച്ഛ, എന്നെ ആരും മനസ്സിലാക്കുന്നില്ലല്ലോ. അച്ഛനെങ്കിലും ഒന്ന് മനസ്സിലാക്ക്. മനസ്സിലാക്കിയെടുത്തോളം മതി. നിന്നെ ഞാനേ ഒരുപാട് ഇഷ്ടപ്പെട്ടതുകൊണ്ട് മാത്രം അതല്ലാത്തതേ. ഇല്ലെങ്കിൽ ഈ കുത്തി കിടക്കുന്ന വഴിക്ക് മറ്റൊരു ഉപയോഗം കൂടി ഉണ്ടെന്നേ ഞാൻ തെളിയിച്ചേനെ. എല്ലാരും കൂടി എന്തിനാ എന്നെ ഇങ്ങനെ ഉപദ്രവിക്കുന്നത്? ഞാൻ എന്ത് തെറ്റാ ചെയ്ത്? എന്ത് തെറ്റാ നീ ചെയ്തെന്ന് അറിയണോ അല്ലേടി? എങ്കിൽ പറയടി, പപ്പിയുടെ അച്ഛൻ ആരാ? പപ്പിയുടെ അച്ഛൻ ആരാണെന്ന് പറയടി. പപ്പിയുടെ അച്ഛൻ ആരാടി? ഞാനാണോ? ഞാനാണോന്ന് പറയടി, പറയാൻ. ഇത് നീ എഴുതി വെച്ച കത്തല്ലേ? ഈ കത്ത് ഞാൻ എഴുതുന്നത് ഈ കുടുംബത്തിനാണ്. ഇത്രയും നാളും ഞാൻ മറച്ചു വെച്ച വലിയൊരു സത്യം ഞാനിവിടെ അറിയിക്കോ? പപ്പി എന്റെ മകളല്ല. വിഷ്ണുവേട്ടനും എന്റെ കുഞ്ഞേച്ചിക്കും പിറന്ന ഇരട്ട കുട്ടികൾ. അതാ പപ്പിയും സത്യയും. പക്ഷെ അവർക്കും ഈ വിവരം അറിയില്ല. എനിക്ക് അബോർഷൻ ആയപ്പോ എനിക്ക് ഒരിക്കലും കുട്ടികൾ ഉണ്ടാവില്ലെന്ന് ഡോക്ടർ തുറന്നു പറഞ്ഞപ്പോ സത്യമ്മയുടെയും രോഹിത്തിന്റെയും സ്നേഹം നഷ്ടപ്പെടാതിരിക്കാനായി എനിക്ക് ഗർഭിണിയായി അഭിനയിക്കേണ്ടി വന്നു. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.